മുങ്ങിയ ലൈബീരിയൻ കപ്പലിലെ നാവികർ ഒടുവിൽ ആശ്വാസ തീരത്ത്. കോസ്റ്റ് ഗാർഡിന്റെ ICG അർണവേഷ്, നാവികസേനയുടെ INS സുജാത എന്നീ കപ്പലുകളിലാണ് നാവികരെ കൊച്ചിയിലെത്തിച്ചത്. അതേസമയം മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണച്ചോർച്ചയുണ്ടായി എന്ന് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചു. ജീവിതത്തിനും മരണത്തിനുമിടയിലെ 18 മണിക്കൂറുകൾക്ക് ശേഷം അവർ കൊച്ചി തീരത്തെത്തി. ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കരുത്തിൽ തങ്ങളുടെ കപ്പലിൽ എന്താണ് സംഭവിച്ചതെന്ന് രക്ഷപ്പെട്ട നാവികർക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. അപകടത്തിന്റെ നടുക്കത്തിലാണ് എല്ലാവരും. എഞ്ചിനീയർ ബർബേറോ ഫ്രം MSC Elsa 3. We call the distress signal from our vessel to Indian Coast Guard due to flooding in our vessel. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തടയുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. കപ്പലിൽ നിന്ന് ഇന്ധനച്ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത് തീരപ്രദേശങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികളാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്വീകരിക്കുന്നത്. ഇന്നലെ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ കൊച്ചി പോർട്ടിൽ അടുപ്പിക്കുന്നതിന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ചെരിഞ്ഞത്. ആശങ്കകൾ ഒഴിഞ്ഞിട്ടില്ലെങ്കിലും 24 നാവികരുടെ ജീവൻ രക്ഷിക്കാനായത് ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും അഭിമാനകരമായ നേട്ടമാണ്. ഇനിയും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. കൊച്ചി കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24.